ഓക്കെ. എല്ലാവർക്കും ആയി guys, എല്ലാവർക്കും ആയി. എല്ലാവർക്കും പ്രശ്നമാണോ? ഞാൻ ഇന്നത്തെ പ്രശ്നങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല. റിക്രൂട്ട്മെന്റ് വല്ല സെറ്റ് റിക്രൂട്ട്മെന്റ് ഒക്കെ സൈഡിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ഇങ്ങനെ പ്ലെയറിനൊക്കെ ഇങ്ങനെ ഓരോ വഴിക്ക് ചൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഇന്നും നാളെയും മേ ബി വെള്ളിയാഴ്ചക്കകത്ത് മിക്കവാറും വെള്ളിയാഴ്ച ആയിരിക്കും നമ്മുടെ റിക്രൂട്ട്മെന്റ് ഉണ്ടാവാൻ ചാൻസ്. വെള്ളി അല്ലെങ്കിൽ ശനി, അതിന്റെ മേലോട്ട് പോകത്തില്ല. വെള്ളിയാഴ്ച അല്ലെങ്കിൽ ശനിയാഴ്ചക്കകത്ത് നമ്മുടെ റിക്രൂട്ട്മെന്റ് ഉണ്ടാവും. മേ ബി ഒന്നെങ്കിൽ 4 അല്ലെങ്കിൽ 5, എന്തായാലും ഒരു നാല് പേരെന്തായാലും കാണും. 4 പേരെന്തായാലും കാണും. ഓക്കെ. അപ്പൊ അതുകൊണ്ട് അപ്പൊ റിക്രൂട്ട്മെന്റ് കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക ഗൈസ്. കിടിലൻ പ്ലെയർ ആവണമെന്ന്, കിടിലൻ പ്ലെയർ ആക്കാലോ. അപ്പൊ അതിന്റെ കുറച്ച് തിരക്ക്. ഞാൻ ഇത്ര റിക്രൂട്ട്മെന്റിന്റെ കാര്യം നോക്കിക്കൊണ്ടിരിക്കുന്നത്, റിക്രൂട്ട്മെന്റ് പ്ലേയേഴ്സിനെയൊക്കെ കളിപ്പിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. ലൈവ് സ്ട്രീം ഇട്ടിട്ടുണ്ട്. എന്താടാ കിടിലൻ? ഇല്ലില്ല, ഞാൻ പറഞ്ഞില്ല ഗൈസ്, ഇത് ആൾക്കാർ സെലക്ട് ചെയ്തോണ്ടിരിക്കുന്നുള്ളൂ. 4-4 കുറച്ച് ഇന്റീരിയലും കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നത്. അത് കൊച്ചിന് ഇപ്പൊ മറ്റേ അസൈൻമെന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ് നടക്കാത്തത്. റിക്രൂട്ട്മെന്റ് 4-4 റിക്രൂട്ട്മെന്റ് ഒപ്പരാക്കലും നടക്കത്തില്ല. കാരണം അറിയാലോ, നമ്മളെ 4-4 സിറ്റിക്കകത്ത് കൊടുത്തു കഴിഞ്ഞാല് അത് ഈ മറ്റേ അവിടുത്തെ സിറ്റിയുടെ ഡിസൈനറും കാര്യങ്ങളൊക്കെ ചെയ്തു വരുമ്പോഴത്തേക്ക് കുറച്ച് സമയം എടുത്തു കഴിഞ്ഞിട്ടേ നമുക്കത് കിട്ടാറുള്ളൂ. അപ്പൊ അതുകൊണ്ട് കുറച്ച് ടൈം, വണ്ടിയുടെ കാര്യം കുറച്ച് സമയം എടുക്കുമായിരിക്കും. വണ്ടി ഞാൻ പറഞ്ഞില്ല, ഇന്റീരിയറും കൂടെ കാരണം ചെയ്യുന്നതിന് ക്ലാസ്സും കാര്യങ്ങളും ഉള്ളതാണ്, പിന്നെ അസൈൻമെന്റ് ഉള്ളതാണ്. അപ്പൊ അതുകൊണ്ട് അവരെ കൺസിഡർ ചെയ്തിരിക്കാൻ പറ്റത്തില്ലല്ലോ. ഇന്ന് ബ്രസീലിന്റെ കളിയുണ്ടേ, ഇന്ന് ഞാൻ കളി കാണാം. ബ്രസീൽ ഇന്ന് 3:30-ക്കാണ് കളി, അതുകൊണ്ട് കുഴപ്പമില്ല. കാരണം എന്തായാലും ആ സമയത്ത് ഉറങ്ങത്തില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. ഈ രാവിലെ 6 മണിക്കൊക്കെ വെച്ച് കഴിഞ്ഞാലാണ് വലിയ വള്ളി. കമ്മിറ്റ്മെന്റ് മതി, PvP ഒക്കെ തന്നെ വന്നോളും. എല്ലാം റെഡി കഴിച്ചു. എന്തായാലും ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു വെള്ളി ശനി ഈ ഒരു ദിവസത്തിന്റെ അകത്ത് നമ്മൾ എന്തായാലും എടുത്തിരിക്കും ഗൈസ്. അതിൽ ഇനി നോ മോർ ഡിലേ. കാരണം അറിയാലോ, ഇപ്പൊ തന്നെ ഓൾറെഡി കുറെ ഡിലേ ആയി. പിന്നെ ഇതിലിപ്പോ ഈ വീക്കിൽ എന്തായാലും റിമൂവ് ഇടാൻ പോകുന്നത് ഫ്ലിപ്പ് കാണും, പിന്നെ മാഡൻ, ഊക്കർ റോക്കി, പിന്നെ ആരാണ്, പിന്നെ SA ഓൾറെഡി ഇൻഡെഫിനിറ്റ് ബാൻ ആണ് SAക്ക്. അതിന്റെ കാര്യത്തിലൊന്നും ആയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് പിന്നെ എന്തായാലും മാലിക് കിങ്സൺ ഇല്ല. ഊക്കർ എന്താന്ന്, ഊക്കറിന്റെ സ്റ്റോറി കണ്ടില്ലായിരുന്നേ. അവൻ കുറച്ച് നാളത്തേക്ക് ബ്രേക്ക് എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഊക്കർ കുറച്ച് നാളത്തെ ബ്രേക്ക് എടുക്കാന്ന് പറഞ്ഞു. അതുകൊണ്ട് എന്താ റീസൺ എന്ന് ഞാൻ ചോദിക്കാൻ നിന്നിട്ടില്ല. ലൂച്ചി പിന്നെ കുഴപ്പമില്ല. ലൂച്ചി നമ്മൾ ആൾക്കാർ വരുന്നവരെ എന്തായാലും വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് SAക്ക് എന്തിനാ പേര്, SAക്ക് ഹോസ്റ്റൽ സിറ്റുവേഷന്റെ ഇടയിൽ അങ്ങോട്ട് F8 അടിച്ച് പോയതാണ്. അപ്പം അത് മറ്റേ ഗാങ് റെസ്ട്രിക്ഷൻ ആണ്, ബാൻ അല്ല. ബാൻ 15 ദിവസത്തേക്കുണ്ട്. 15 ബാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗാങ് റെസ്ട്രിക്ഷൻ ആയിരിക്കും. അപ്പം അതാണ് കൈസ് 5 റിക്രൂട്ട്മെന്റ് എടുക്കുന്നത്. അല്ലെങ്കിൽ ഒരു 3 4 നിന്നായിരുന്നു. ഇപ്പൊ എന്തായാലും ഒരു 4 to 5 റിക്രൂട്ട്മെന്റ് എന്തായാലും എടുക്കണം. പിന്നെ ഇതിന്റെ ഇടയിൽ ഇവൻ വരുന്നുണ്ട്, ജ്യൂസ്. എന്തായാലും നെക്സ്റ്റ് മന്ത് 2-ാം തീയതി തൊട്ടൊരു ജ്യൂസ് കാണും. പിന്നെ ആരാണ് നെക്സ്റ്റ് മന്ത് ആകുമ്പോഴത്തേക്കും ഫസ്റ്റ് വീക്കൊക്കെ ആകുമ്പോഴത്തേക്കും പിന്നെ ഇവനും വന്നോളും. ആരാണ് നമ്മളെ ക്യാപ്റ്റു. അപ്പൊ കുഴപ്പമില്ല. അപ്പൊ അപ്പത്തേക്ക് അത് റീഫിൽ ആയിക്കോളും. നെക്സ്റ്റ് മന്ത് ഫസ്റ്റ് വീക്കൊക്കെ ആകുമ്പോഴത്തേക്ക് രണ്ടാമത് എല്ലാവരും പ്ലേയേഴ്സും ആക്റ്റീവ് ആയിക്കോളും. ഇപ്പൊ എന്തായാലും നമുക്ക് ഇപ്പൊ അറിയാലോ, ഇപ്പൊ സിറ്റുവേഷൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് എന്തായാലും ഇതാണ് സാഹചര്യം. F8 അടിച്ചത് അങ്ങനെയൊക്കെ ഉണ്ടല്ലേ, കണ്ടാ മതി. F8 അടിച്ചുകൊണ്ടാ മറ്റേ ഇവനുണ്ടായിരുന്നല്ലോ, ഈ ഫാൽക്കണും മറ്റേ MR രാജുബായിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ ഈ ഹോസ്റ്റൽ സിറ്റുവേഷന് നിൽക്കാതെ പോയതിന് ബാന്, മറ്റേ ഗാങ് റെസിസ്റ്റൻസ്. അപ്പം അതേപോലത്തെ ബാൻ 15 ദിവസത്തേക്കേ ഉള്ളൂ, പക്ഷെ ഗാങ് റെസിസ്റ്റൻസ് ആണ് ഉള്ളത്. അപ്പം അത് മാറണമെന്നുണ്ടെങ്കിൽ ഇനി KVയുടെ ആൾക്കാരനെ പ്രതീക്ഷിക്കണം. ദിലൂഷൻ തിരിച്ചു വരുന്നുണ്ടെന്നാണ് പറഞ്ഞത്. നയിം ഡാർക്ക്. ഹായ്.